ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 12-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 7-ന് പ്രേംനസീർ എന്ന മഹാനടൻ്റെ 99-ാം ജന്മവാർഷിക ദിനമാണ്. മലയാളത്തിൻ്റെ നിത്യഹരിത നായകന് 99 വയസ്സായി എന്ന് വിശ്വസിക്കാൻ പ്രയാസം. കാരണം അന്നും ഇന്നും എന്നും അദ്ദേഹം അഭിനയിച്ച പ്രണയഗാനങ്ങൾ നിത്യവും കണ്ടും കേട്ടും ഒപ്പം മൂളിയും നടക്കുന്നവരാണ് മലയാളികൾ. ഈ അനുസ്മരണ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയാം. ത്യാഗസീമ എന്ന ആദ്യ ചിത്രം പാതി വഴിയിൽ നിന്നുപോയതിനു ശേഷം 1952 മെയ് 9-ന് റിലീസ് ചെയ്ത മരുമകൾ മുതൽ 78-ൽ സെൻസർ ചെയ്തെങ്കിലും റിലീസ് ചെയ്യാത്ത തരൂ ഒരു ജന്മം കൂടി എന്ന ചിത്രം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മരണശേഷം 90 ഏപ്രിൽ 14-ന് റിലീസ് ചെയ്ത കടത്തനാടൻ അമ്പാടി വരെ 500 മലയാള ചിത്രങ്ങൾ, ചിത്രീകരണം പൂർത്തിയായി തിയേറ്ററിൽ എത്താത്ത 3 സിനിമകൾ ഉൾപ്പെടെ 27 തമിഴ് ചിത്രങ്ങൾ, അങ്ങനെ മൊത്തം 527 സിനിമകൾ. അബ്ദുൾ ഖാദർ എന്ന യഥാർത്ഥ നാമത്തിനു പകരം തിക്കുറിശ്ശി സുകുമാരൻ നായർ സമ്മാനിച്ച പ്രേംനസീർ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുകയും എത്രയോ റെക്കോർഡുകൾ സ്വന്തം പേരിൽ എഴുതിച്ചേർക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ നിത്യവസന്തം. പോൾ കല്ലുങ്കൽ നിർമ്മിച്ച് എസ് കെ ചാരി സംവിധാനം ചെയ്ത മരുമകൾ എന്ന ആദ്യ ചിത്രത്തിൻ്റെ നായികയായി നെയ്യാറ്റിൻകര കോമളവും. ആദ്യ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ പ്രേംനസീറിൻ്റെ പ്രായം 25 വയസ്സും 1 മാസവും. അന്നു മുതൽ 36 വർഷക്കാലം മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായിരുന്നു പ്രേംനസീർ. ഈ 36 വർഷത്തിനിടയിൽ 275 നിർമ്മാതാക്കൾ. അതിൽ എം കുഞ്ചാക്കോ നിർമ്മിച്ച വിശപ്പിൻ്റെ വിളി മുതൽ കണ്ണപ്പനുണ്ണി വരെയുള്ള 44 ചിത്രങ്ങളിൽ നസീർ അഭിനയിച്ചു. ജ്ഞാനസുന്ദരി മുതൽ മണിത്താലി വരെ ടി വാസുദേവൻ്റെ 23 ചിത്രങ്ങൾ. പൊൻകതിർ മുതൽ പ്രിയതമ വരെ 18 ചിത്രങ്ങളുമായി പി സുബ്രഹ്മണ്യം. ജീവിതയാത്ര മുതൽ യുദ്ധം വരെ കെ കൊട്ടാരക്കരയുടെ 14 ചിത്രങ്ങൾ. പൊയ്മുഖങ്ങൾ മുതൽ സ്നേഹിച്ച കുറ്റത്തിനു വരെ ടി ബാലചന്ദ്രൻ്റെ 13 ചിത്രങ്ങൾ. തിരുവാഭരണം മുതൽ മകളെ മാപ്പുതരു വരെ കെ ത്യാഗരാജൻ നിർമ്മിച്ച 12 സിനിമകൾ. ബ്രഹ്മചാരി മുതൽ അലകടലിനക്കരെ വരെ എവർഷൈൻ നിർമ്മിച്ചത് 12 ചിത്രങ്ങൾ. നാടൻ പെണ്ണു മുതൽ ദേവി വരെ 8 ചിത്രങ്ങളുമായി എം.ഒ. ജോസഫ്. അശ്വമേധം മുതൽ 2 ലോകം വരെ ഹരിപ്പോത്തൻ്റെ 7 ചിത്രങ്ങൾ. രഹസ്യരാത്രി മുതൽ അടിമച്ചങ്ങല വരെ ആർ.എസ്. ശ്രീനിവാസൻ്റെ ചിത്രങ്ങൾ 7. പഞ്ചവടി മുതൽ കന്യാദാനം വരെ വി.എം. ചാണ്ടി നിർമ്മിച്ചത് 7 സിനിമകൾ. അയലത്തെ സുന്ദരി മുതൽ ലാവ വരെ ജി.പി. ബാലൻ 6 ചിത്രങ്ങൾ നിർമ്മിച്ചു. ഇരുട്ടിൻ്റെ ആത്മാവ് മുതൽ തപസ്വിനി വരെ പി.ഐ.എം. കാസിമിൻ്റെ 6 ചിത്രങ്ങൾ. കടത്തനാട്ടുമാക്കം മുതൽ പടയോട്ടം വരെ അപ്പച്ചൻ നിർമ്മിച്ചത് 5 സൂപ്പർ ഹിറ്റ് നസീർ സിനിമകൾ. അച്ചാരം അമ്മിണി ഓശാരം ഓമന മുതൽ തീരം തേടുന്ന തിര വരെ ബോബൻ കുഞ്ചാക്കോയുടെ 5 ചിത്രങ്ങൾ. അമ്മയെന്ന സ്ത്രീ മുതൽ അഴകുള്ള സെലീന വരെ കെ.എസ്.ആർ. മൂർത്തിയുടെ ചിത്രങ്ങൾ 5. രാജമല്ലി മുതൽ അപരാജിത വരെ ആർ.എസ്. പ്രഭുവിൻ്റെ 5 ചിത്രങ്ങൾ. മുറപ്പെണ്ണ് മുതൽ തുലാവർഷം വരെ ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച സിനിമകൾ 5. അഗ്നിപുത്രി മുതൽ കെണി വരെ സഹോദരൻ പ്രേംനവാസ് 4 നസീർ ചിത്രങ്ങൾ നിർമ്മിച്ചു. അയോധ്യ മുതൽ അപരാധി വരെ 4 സിനിമകൾ എസ്. പവമണിയുടേത്. ചന്ദ്രകാന്തം മുതൽ ജയിക്കാനായി ജനിച്ചവൻ വരെ ശ്രീകുമാരൻ തമ്പിയുടെ 4 സിനിമകൾ. ലൈല മജ്നു, ആറടി മണ്ണിന് ജന്മി, തച്ചോളി മരുമകൻ ചന്തു എന്നീ ചിത്രങ്ങളുമായി പി. ഭാസ്കരൻ. തിരുമേനി പിക്ചേഴ്സിൻ്റെ ഭൂമിദേവി പുഷ്പണിയായി അമ്മിണിയമ്മാവൻ, ദിഗ്വിജയം എന്നീ സിനിമകൾ. ടി. പരീക്കുട്ടിയുടെ ഭാർഗവി നിലയം, കുഞ്ഞാലി മരയ്ക്കാർ, ആൽമരം. രമണൻ, കളിത്തോഴി എന്നീ സിനിമകൾ ഡി.എം. പൊറ്റക്കാട് നിർമ്മിച്ചു. ജെ.ഡി. തോട്ടാൻ്റെ ചതുരംഗവും ഓമനയും. കെ. രവീന്ദ്രനാഥൻ നായരുടെ ലക്ഷപ്രഭുവും അച്ചാണിയും. കെ. വി. കോശിയുടെ വിശപ്പിൻ്റെ വിളിയും ആത്മാർപ്പണവും. എം. മണിയുടെ കടത്തും ഒരു തിര പിന്നെയും തിരയും. എം. കെ. മണി നിർമ്മിച്ച റോസിയും ധർമ്മയുദ്ധവും. പോൾ കല്ലുങ്കൽ നിർമ്മിച്ച മരുമകളും ഗംഗാ സംഗമവും.
പി.വി. ഗംഗാധരന്റെ സുജാതയും ഒഴിവുകാലവും, ചിത്രമേള, വല്ലാത്ത പകയൻ എന്നീ സിനിമകളുമായി ടി.എസ്. മുത്തയ്യ. യൂസഫലി കേച്ചേരിയുടെ മരവും വനദേവതയും. ഒരു ചിത്രം വീതം നിർമ്മിച്ച 204 നിർമ്മാതാക്കൾ വേറെയും. മധു, ജി. സുരേഷ് കുമാർ, ജോയ് തോമസ്, കെ. ബാലാജി, ആലപ്പി അഷ്റഫ്, ബി. എ. രാജകൃഷ്ണൻ, ഭാരതി മേനോൻ, സെഞ്ചുറി, ഇന്നസെന്റ്, സംവിധായകൻ മോഹൻ, ഡേവിഡ് കാച്ചപ്പള്ളി, ജി. പി. വിജയകുമാർ, ജെ. വില്യംസ്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, മണ്ണിൽ മുഹമ്മദ്, നടൻ മോഹൻ, എൻ. ജി. ജോൺ, പ്രതാപചന്ദ്രൻ, റീന എന്നിവരുമുണ്ട്. ഏറ്റവും കൂടുതൽ നസീർ ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് ശശികുമാറാണ്. ഒരേ സമയം അഭിനേതാക്കളായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ഇവരിലൊരാൾ ക്യാമറയുടെ പിന്നിലേക്ക് പോയി. ആദ്യത്തെ സഹസംവിധാനത്തിലും ആദ്യത്തെ സ്വതന്ത്ര സംവിധാനത്തിലും അവർ ഒരുമിച്ചു. കുടുംബിനി മുതൽ മകളെ മാപ്പുതരൂ വരെ 84 സിനിമകൾ. ഇതിൽ 26 ചിത്രങ്ങളിലെ നായിക ജയഭാരതിയായിരുന്നു. 1977-ൽ പ്രേംനസീർ ശശികുമാർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയത് 15 ചിത്രങ്ങൾ, 15ഉം ഹിറ്റ് സിനിമകൾ. ശശികുമാർ കഴിഞ്ഞാൽ കണ്ണൂർ ഡീലക്സ് മുതൽ മനസ്സേ നിനക്ക് മംഗളം വരെ 34 സിനിമകൾ സംവിധാനം ചെയ്തത് എ. ബി. രാജ്. എം. കൃഷ്ണൻ നായരും CID മുതൽ മണിത്താലി വരെ 34 സിനിമകൾ സംവിധാനം ചെയ്തു. സീത മുതൽ കണ്ണപ്പനുണ്ണി വരെ കുഞ്ചാക്കോ സംവിധാനം ചെയ്തത് 34 ചിത്രങ്ങൾ. ഹരിഹരൻ, ലേഡീസ് ഹോസ്റ്റൽ മുതൽ വെള്ളം വരെ 23 ചിത്രങ്ങൾ. KS സേതുമാധവൻ, ജ്ഞാനസുന്ദരി മുതൽ അഴകുള്ള സെലീന വരെ 22 സിനിമകൾ സംവിധാനം ചെയ്തു. പി. ഭാസ്കരൻ, ലൈല മജ്നു മുതൽ വിളക്കും വെളിച്ചവും വരെ 20 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. എ. വിൻസെന്റ്, ഭാർഗവി നിലയം മുതൽ തീരം തേടുന്ന തിര വരെ 16. ജോഷി, കാഹളം മുതൽ അലകടലിനക്കരെ വരെ 12. പി. സുബ്രഹ്മണ്യം, മന്ത്രവാദി മുതൽ പ്രിയതമ വരെ 10. എൻ. പി. സുരേഷ്, ഇതാ ഒരു ധിക്കാരി മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ 8. പി. വേണു, ഉദ്യോഗസ്ഥ മുതൽ അറിയപ്പെടാത്ത രഹസ്യം വരെ 7. പി. ചന്ദ്രകുമാർ, എയർ ഹോസ്റ്റസ് മുതൽ രക്തസാക്ഷി വരെ 6. ഒരാൾ കൂടി കള്ളനായി മുതൽ ജീവിക്കാൻ അനുവദിക്കൂ വരെ പി. എ. തോമസിന്റെ സംവിധാനത്തിൽ 6. കെ. ജി. രാജശേഖരൻ, വാളെടുത്തവൻ വാളാൽ മുതൽ പാഞ്ചജന്യം വരെ 5. ശ്രീകുമാരൻ തമ്പി, ആദ്യ ചിത്രമായ ചന്ദ്രകാന്തം മുതൽ ആധിപത്യം വരെ 5. പി. ജി. വിശ്വംഭരൻ, ആദ്യ ചിത്രമായ ഒഴുക്കിനെതിരെ മുതൽ ഒരു തിര പിന്നെയും തിര വരെ 5. എൻ. ശങ്കരൻ നായരുടെ ആദ്യ ചിത്രമായ അവരുണരുന്നു മുതൽ പൊന്മുടി വരെ 5. SS രാജൻ, കുപ്പിവെള്ളം മുതൽ NGO വരെ 4. IV ശശി, അഞ്ജലി മുതൽ അമർഷം വരെ 4. PN സുന്ദരം, അയോധ്യ മുതൽ പ്രതിജ്ഞ വരെ 4. അപ്പച്ചൻ, കടത്തനാട്ട് മാക്കം മുതൽ തീക്കടൽ വരെ 4. തിക്കുറിശ്ശി സുകുമാരൻ നായർ, പൂജാപുഷ്പം മുതൽ ഉർവശി ഭാരതി വരെ 4. തോപ്പിൽ ഭാസി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ ചക്രവാകം വരെ 3. AT അബു, താളം മനസ്സിന്റെ താളം മുതൽ ധ്വനി വരെ 3. രാമു കാര്യാട്ടിന്റെ മായയും നെല്ലും, ഭരതന്റെ പാർവതിയും ഒഴിവുകാലവും, ബോബൻ കുഞ്ചാക്കോയുടെ പാലാട്ട് കുഞ്ഞിക്കണ്ണനും സഞ്ചാരിയും, ബാലേന്ദ്രമേനോന്റെ കാര്യം നിസ്സാരവും പ്രശ്നം ഗുരുതരവും, പ്രിയദർശന്റെ അയൽവാസി ഒരു ദരിദ്രവാസിയും കടത്തനാടൻ അമ്പാടിയും, TS മുത്തയ്യയുടെ ചിത്രമേളയും വല്ലാത്ത പഹയനും, ജി. വിശ്വനാഥിന്റെ മനസ്സാക്ഷിയും മിസ്റ്റർ കേരളയും, സലാം ചമ്പഴന്തിയുടെ മഴനിലാവും നേരറിയും നേരത്തും, JC-യുടെ വീടൊരു സ്വർഗവും ഒരിക്കൽ ഒരിടത്തും, K. പത്മനാഭൻ നായരുടെ ദേവതയും കൊച്ചുമോനും, മേലാറ്റൂർ രവിവർമ്മയുടെ അനുഗ്രഹവും ജിമ്മിയും, മരവും വനദേവതയും സംവിധാനം ചെയ്ത യൂസഫലി കേച്ചേരി തുടങ്ങി നിരവധി പേർ. ആദ്യ ചിത്രമായ മരുമകളുടെ സംവിധായകൻ SK ചാരി ഉൾപ്പെടെ 56 പേർ ഒരു ചിത്രം വീതം സംവിധാനം ചെയ്തു. മധു, ജോൺ എബ്രഹാം, സത്യനന്തിക്കാട്, അടൂർ ഭാസി, ജിജോ, ഫാസിൽ, ലെനിൻ രാജേന്ദ്രൻ, വിജയ് മേനോൻ, മോഹൻ, ബാലു കിരിയത്ത്, PN മേനോൻ, അശോക് കുമാർ, തമ്പി കണ്ണന്താനം, TS സുരേഷ് ബാബു, കൊച്ചിൻ ഹനീഫ, J. വില്യംസ്, NN പിഷാരടി, RS പ്രഭു,
തോമസ് ബെർലി, ടി ആർ രഘുനാഥ്, കെ എസ് ആന്റണി, പി എ ബക്കർ, കെ ജി മോഹൻ റാവു, ആസാദ് എന്നിവരും ഉൾപ്പെടും. 104 തിരക്കഥാ രചയിതാക്കളിൽ ഒന്നാം സ്ഥാനം എസ് എൽ പുരം സദാനന്ദനാണ്. 68 ചിത്രങ്ങൾ. മലയാളത്തിന് തിരക്കഥയ്ക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത് എസ് എൽ പുരത്തിൻ്റെ അഗ്നിപുത്രിക്കാണ്. ഈ ചിത്രം നിർമ്മിച്ചത് നസീറിൻ്റെ സഹോദരൻ പ്രേംനവാസും. കൂടാതെ തോപ്പിൽ ഭാസി, പാപ്പനംകോട് ലക്ഷ്മണൻ, ശ്രീകുമാരൻ തമ്പി, കെ പി കൊട്ടാരക്കര, ജഗതി എൻ കെ ആചാരി, എൻ ഗോവിന്ദൻകുട്ടി, ഹരിഹരൻ, കെ ടി മുഹമ്മദ്, തിക്കുറിച്ചി സുകുമാരൻ നായർ, പാറപ്പുറത്ത്, മുട്ടത്ത് വർക്കി, ആലപ്പി ഷെരീഫ്, സംവിധായകൻ ശശികുമാർ, പൊൻകുന്നം വർക്കി, നാഗവള്ളി ആർ എസ് കുറുപ്പ്, എം ടി വാസുദേവൻ നായർ, മുതുകുളം രാഘവൻപിള്ള, ബാലചന്ദ്രൻ മേനോൻ, കൊച്ചിൻ ഹനീഫ, ഫാസിൽ, ജി വിവേകാനന്ദൻ, വൈക്കം മുഹമ്മദ് ബഷീർ, കലൂർ ഡെന്നിസ്, കെ ജി സേതുനാഥ്, ടി ദാമോദരൻ, വേണു നാഗവള്ളി, വൈക്കം ചന്ദ്രശേഖരൻ നായർ, കാക്കനാടൻ തുടങ്ങിയവരും ഒരു തിരക്കഥ വീതം എഴുതിയ 53 പേരും. അതിൽ യൂസഫലി കേച്ചേരി, പി ജി വിശ്വംഭരൻ, പെരുമ്പടവം ശ്രീധരൻ, പി എ ബക്കർ, പത്മരാജൻ, ലളിതാംബിക അന്തർജനം, കെ ജി ജോർജ്, സി രാധാകൃഷ്ണൻ, എ വിൻസെന്റ് തുടങ്ങിയവരും ഉണ്ട്. മലയാളത്തിലും തമിഴിലുമായി 527 ചിത്രങ്ങൾ. അതിൽ 30 മലയാള ചിത്രങ്ങളിലും 2 തമിഴ് ചിത്രങ്ങളിലും മൊത്തം 32 ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് നായികമാരില്ല. മലയാളത്തിൽ 111 നായികമാരും തമിഴിൽ 8 പേരും. അങ്ങനെ 119 നായികമാരോടൊപ്പം 495 ചിത്രങ്ങൾ. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചത് ഷീലയാണ്. അവരൊന്നിച്ച് അഭിനയിച്ച 119 ചിത്രങ്ങളിൽ 102 എണ്ണത്തിൽ ഷീല നായികയായിരുന്നു. പ്രേംനസീറിൻ്റെ 144 ചിത്രങ്ങളിൽ ജയഭാരതി ഉണ്ടായിരുന്നെങ്കിലും നായികയായ 99 ചിത്രങ്ങളുമായി രണ്ടാം സ്ഥാനത്ത്. ശാരദ, ശ്രീവിദ്യ, വിജയശ്രീ, വിധുബാല, കെ ആർ വിജയ, ലക്ഷ്മി, സീമ, ഉണ്ണിമേരി, രാഗിണി, അംബിക സുകുമാരൻ, സുജാത, രാജകോകില, മിസ് കുമാരി, ഉഷാകുമാരി, വിജയനിർമ്മല, രാജശ്രീ, നന്ദിത ബോസ്, കെ വി ശാന്തി, സ്വപ്ന, സുമിത്ര, സുകുമാരി, ശുഭ, അംബിക, ശ്രീലത, രാധിക, എൽ വിജയലക്ഷ്മി, ഉഷാനന്ദിനി, ഭവാനി, സുമലത, ശ്രീപ്രിയ, സത്യകല, സാധന, റീന, കുമാരി തങ്കം, കെ പി എ സി ലളിത, ബി എസ് സരോജ, ഉദയചന്ദ്രിക, ഉഷാറാണി, രാജലക്ഷ്മി, പത്മപ്രിയ, സരസ്വതി, റാണി ചന്ദ്ര, കുശലകുമാരി, കവിയൂർ പൊന്നമ്മ, ജയപ്രഭ, ജൂനിയർ പത്മിനി, ജ്യോതിലക്ഷ്മി, മാധവി, ലത, ഹേമ ചൗധരി എന്നിവരെ കൂടാതെ ആദ്യ ചിത്രത്തിലെ നായികമാരായ നെയ്യാറ്റിൻകര കോമളവും ദുർഗാവർമ്മയും ഉൾപ്പെടെ ആരതി, വിജയലളിത, വാസന്തി, വഞ്ചിയൂർ രാധ, വടുവുകരശി, ട്രീസ, ടി ആർ ഓമന, സുശീല, ശുഭശ്രീ, ശശിരേഖ, സരിത, ശൈലശ്രീ, സച്ചു, ശബനം, രുക്മിണി റോയ്, രേണുക, രജനി ശർമ്മ, രാധ സലൂജ, പ്രിയമാലിനി, പ്രമീള, പി ആർ വരലക്ഷ്മി, പൂർണിമ ജയറാം, പത്മിനി പ്രിയദർശിനി, ജയലക്ഷ്മി, രാജ സുലോചന, പത്മിനി, മിനി, സംഗീത, മേനക, മിസ് ഓമന, പത്മാഞ്ജലി, മായ സിന്ധു, മഞ്ജുള, മല്ലിക, മധുശാല, മധുമതി, ലളിത, കുമാരി വിജയ, കാഞ്ചന, മായ, കനകദുർഗ, കമലാദേവി, കലാരഞ്ജിനി, ജയന്തി, ജയമാലിനി, ജമീല മാലിക്, ഹലം, ജയകുമാരി, എലിസബത്ത്, ദിൽജിത്ത് കൗർ, സി ഐ ഡി ശകുന്തള, ചന്ദ്രകല, ഭാരതി വിഷ്ണുവർദ്ധൻ, അനുരാധ, ശ്രീലേഖ, ലക്ഷ്മിശ്രീ, ഭാരതി മേനോൻ എന്നിവരും ഓരോ ചിത്രങ്ങളിൽ നായികമാരായി. തമിഴിൽ എം എൻ രാജം 9 ചിത്രങ്ങളിൽ നായികയായി. മൈനാവതി, ബി സരോജാദേവി, ചന്ദ്രകാന്ത, ദേവിക, ഇ വി സരോജ, ഗിരിജ, ഷൗക്കർ ജാനകി എന്നിവരും പ്രേംനസീറിൻ്റെ നായികാസ്ഥാനത്ത് എത്തി. മനസാക്ഷി എന്ന ചിത്രത്തിലെ നസീറിൻ്റെ നായികമാരിൽ ഒരാളായിരുന്ന
മിസ് ഓമനയുടെ മകൾ ശ്രീലേഖ, പിന്നീട് പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നായികയായി. അങ്ങനെ അമ്മയുടെയും മകളുടെയും നായകനായി പ്രേംനസീർ. 305 ചിത്രങ്ങളിൽ പ്രേംനസീറും അടൂർ ഭാസിയും ഒന്നിച്ച് അഭിനയിച്ചു. ബഹദൂർ, പറവൂർ ഭരതൻ, ശങ്കരാടി, കെ.പി. ഉമ്മർ, മീന, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ടി.എസ്. മുത്തയ്യ, ശ്രീലത നമ്പൂതിരി, ജോസ് പ്രകാശ്, എസ്.പി. പിള്ള, ടി.ആർ. ഓമന, സുകുമാരി, കവിയൂർ പൊന്നമ്മ, മണവാളൻ ജോസഫ്, പ്രതാപചന്ദ്രൻ, ജി.കെ. പിള്ള, ആലമ്മൂടൻ, എൻ. ഗോവിന്ദൻകുട്ടി, കടുവാക്കുളം ആന്റണി, അടൂർ പങ്കജം, എം.ജി. സോമൻ, നെല്ലിക്കോട് ഭാസ്കരൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബാലൻ കെ. നായർ, ഫിലോമിന, മധു, ആറന്മുള പൊന്നമ്മ, സത്യൻ, കുഞ്ചൻ, ജനാർദ്ദനൻ, ഖദീജ, മുതുകുളം രാഘവൻപിള്ള, വിൻസെന്റ്, കുതിരവട്ടം പപ്പു, ജയൻ, കൊച്ചിൻ ഹനീഫ, പട്ടം സദൻ, മാസ്റ്റർ രഘു, ടി. കെ. ബാലചന്ദ്രൻ, പങ്കജവല്ലി, പി. ജെ. ആന്റണി, പൂജപ്പുര രവി, അടൂർ ഭവാനി, ടി. ജി. രവി, ബേബി സുമതി, സുകുമാരൻ, മമ്മൂട്ടി, ഷാനവാസ്, ശാന്തകുമാരി, രതീഷ്, രവികുമാർ, മാള അരവിന്ദൻ, മോഹൻലാൽ, ശാന്താദേവി, ജലജ, മണിയൻപിള്ള രാജു, ജോസ്, നെടുമുടി വേണു, ബോബൻ കുഞ്ചാക്കോ, ക്യാപ്റ്റൻ രാജു, ചെമ്പരത്തി ശോഭന, ഉർവശി, കരമന ജനാർദ്ദനൻ നായർ, അഞ്ജു തുടങ്ങി 4 തലമുറയിലെ താരങ്ങൾ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു. പ്രേംനസീറിൻ്റെ 500 മലയാള ചിത്രങ്ങൾക്കായി 57 ഗാനരചയിതാക്കൾ ഉണ്ടായിരുന്നു. അതിൽ വയലാർ രാമവർമ്മ 115 ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ എഴുതി. ശ്രീകുമാരൻ തമ്പി, പി. ഭാസ്കരൻ, പൂവച്ചൽ ഖാദർ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, യൂസഫലി കേച്ചേരി, ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, അഭയദേവ്, തിരുനയനാർകുറിച്ചി മാധവൻ നായർ, പാപ്പനംകോട് ലക്ഷ്മണൻ, ബിച്ചു തിരുമല, ഒ. എൻ. വി. കുറുപ്പ്, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ആർ. കെ. ദാമോദരൻ, കാവാലം നാരായണ പണിക്കർ, ദേവദാസ്, ചുനക്കര രാമൻകുട്ടി, സത്യൻ അന്തിക്കാട്, ഭരണിക്കാവ് ശിവകുമാർ, ശ്രീമൂലനഗരം വിജയൻ, കെ. ജയകുമാർ, ബാലു കിരിയത്ത്, കോന്നിയൂർ ഭാസ് എന്നിവർ ഉൾപ്പെടെ 57 ഗാനരചയിതാക്കൾ. ഈ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് 51 പേർ. 121 ചിത്രങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം ഒരുക്കി. വി. ദക്ഷിണാമൂർത്തി, എം. കെ. അർജുനൻ, എം. എസ്. ബാബുരാജ്, എ. ടി. ഉമ്മർ, എം. എസ്. വിശ്വനാഥൻ, കെ. രാഘവൻ, കെ. ജെ. ജോയ്, ശങ്കർ ഗണേഷ്, ശ്യാം, ബ്രദർ ലക്ഷ്മൺ, ബി. എ. ചിദംബരനാഥ്, ആർ. കെ. ശേഖർ, രവീന്ദ്രൻ, എം. ബി. ശ്രീനിവാസൻ, സലിൽ ചൗധരി, ജോൺസൺ, പി. എസ്. ദിവാകർ, എൽ. പി. ആർ. വർമ്മ, എം. ജി. രാധാകൃഷ്ണൻ, പുകഴേന്തി, ജോബ്, കെ. ജെ. യേശുദാസ്, ദർശൻ രാമൻ, ജെറി അമൽദേവ്, എ. എം. രാജ, കെ. വി. മഹാദേവൻ, ആഹ്വാൻ സെബാസ്റ്റ്യൻ, ജി. കെ. വെങ്കിടേഷ്, ഗംഗൈ അമരൻ, ജിതിൻ ശ്യാം, കുമരകം രാജപ്പൻ, ആർ. സുദർശനം, ടി. കെ. രാമമൂർത്തി, ടി. ആർ. പാപ്പ, ഉഷ ഖന്ന, വിജയഭാസ്കർ, സീറോ ബാബു, നൗഷാദ്, രവീന്ദ്ര ജെയിൻ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഈ ഗാനങ്ങൾ പാടിയത് 161 പേർ. ഒരു ചിത്രത്തിൽ മാത്രം പാടിയവർ 97. പ്രേംനസീർ ചിത്രങ്ങളിലെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഓടിവരുന്ന രൂപവും ശബ്ദവും ദാസേട്ടൻ്റേതാണ്. 500-ൽ 405 ചിത്രങ്ങൾക്ക് വേണ്ടി കെ. ജെ. യേശുദാസ് പാടി. പി. ജയചന്ദ്രൻ 191 ചിത്രങ്ങളിലും. 34 ചിത്രങ്ങളുടെ ഛായാഗ്രാഹകൻ കൃഷ്ണൻകുട്ടിയാണ്. യു. രാജഗോപാൽ 30 ചിത്രങ്ങൾക്കും കഴിഞ്ഞ ദിവസം അന്തരിച്ച മെല്ലി ഇറാനി 29 ചിത്രങ്ങൾക്കും ക്യാമറ കൈകാര്യം ചെയ്തു. പി. ബി. മണി, ബിപിൻ ദാസ്, എൻ. എ. താര, സി. രാമചന്ദ്ര മേനോൻ, കെ. രാമചന്ദ്ര ബാബു, ആനന്ദക്കുട്ടൻ തുടങ്ങിയവരും ആ ലിസ്റ്റിൽ ഉണ്ട്. എഡിറ്റർമാരിൽ കെ. ശങ്കുണ്ണിയാണ് ഒന്നാമൻ, 85 ചിത്രങ്ങൾ. ജി. വെങ്കിട്ടരാമൻ, എൻ. ഗോപാലകൃഷ്ണൻ എന്നിവരോടൊപ്പം വി. പി. കൃഷ്ണൻ 46 ചിത്രങ്ങളിലും ടി. ആർ. ശേഖർ 19 ചിത്രങ്ങളും എഡിറ്റ് ചെയ്തു. സംഘട്ടന സംവിധായകരിൽ ഒന്നാമത് ത്യാഗരാജൻ മാസ്റ്റർ.
ത്യാഗരാജൻ മാസ്റ്ററുടെ ആദ്യ ചിത്രമായ പ്രിയതമ മുതൽ പ്രേംനസീറിൻ്റെ അവസാന ചിത്രമായ കടത്തനാടൻ വരെ 385 ചിത്രങ്ങൾ. കലാസംവിധായകരിൽ എസ് കൊന്നനാട്ട്, എം വി കൊച്ചാപ്പു, രാധാകൃഷ്ണൻ തുടങ്ങിയവരും പോസ്റ്റർ ഡിസൈനേഴ്സിൽ എസ് എ നായരും നീതി കൊടുങ്ങല്ലൂരും എസ് എ സലാമും കുര്യൻ വർണ്ണശാലയും മുന്നിൽ. പ്രേംനസീർ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നോക്കിയാൽ 23 ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ഗോപി എന്ന പേരായിരുന്നു. ആദ്യ ചിത്രമായ മരുമകൾ മുതൽ 19 സിനിമകളിൽ അദ്ദേഹം രവി ആയിരുന്നു. 31 സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പേര് രാജൻ, രാജശേഖരൻ, രാജശേഖരൻ നായർ, രാജശേഖരൻ തമ്പി എന്നിങ്ങനെയായിരുന്നു. വേണു, വേണുഗോപാൽ എന്നീ പേരുകളിൽ 18 സിനിമകൾ. ചന്ദ്രൻ എന്ന പേരിൽ 14 ചിത്രങ്ങൾ. പ്രഭാകരൻ, ബാബു എന്നീ പേരുകളിൽ 11 ചിത്രങ്ങൾ വീതം. വിജയൻ എന്ന പേരിൽ 13ഉം രാജേന്ദ്രൻ എന്ന പേരിൽ 12ഉം സിനിമകൾ. പ്രേംനസീറായി 4 ചിത്രങ്ങൾ. 30-ലധികം ചിത്രങ്ങളിൽ ഇരട്ടവേഷങ്ങൾ. പുഷ്പാഞ്ജലി, എറണാകുളം ജംഗ്ഷൻ, കടമറ്റത്തച്ചൻ എന്നീ സിനിമകളിൽ 3 വേഷങ്ങൾ വീതം. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവിലും ആദ്യത്തെ 70mm ചിത്രമായ പടയോട്ടത്തിലെയും നായകൻ. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ അവതാരകൻ. അവകാശി മുതൽ മുഖ്യമന്ത്രി വരെ 40 ചിത്രങ്ങളുടെ ടൈറ്റിൽ റോളുകളിൽ അഭിനയിച്ചു. 83-ൽ രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി പ്രേംനസീറിനെ ആദരിച്ചു. 1988 ഡിസംബർ 31-ന് ശാരീരിക ക്ഷീണം തോന്നിയ പ്രേംനസീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആന്തരികമായ രക്തസ്രാവം സ്ഥിരീകരിച്ച് ചികിത്സ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുകയും 1989 ജനുവരി 16-ന് വെളുപ്പിന് 3:30-ന് അന്തരിക്കുകയും ചെയ്തു. 36 വർഷം മലയാള സിനിമയുടെ എല്ലാമെല്ലാമായിരുന്ന ഒരു താരരാജാവിൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് തിരശ്ശീല വീണു. അന്നുതന്നെ തിരുവനന്തപുരത്ത് എത്തിച്ച ഭൗതിക ശരീരം തിരുവനന്തപുരം BJT ഹാളിലെ പൊതുദർശന വേളയിൽ മലയാള സിനിമാ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലെയും പ്രമുഖരുടെയും ബന്ധുമിത്രാദികളും ആയിരക്കണക്കിന് ആരാധകരും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. വൈകിട്ട് 6 മണിയോടെ പ്രേംനസീറിൻ്റെ ഭൗതികദേഹം അടക്കം ചെയ്ത മയ്യത്ത് മലയാള സിനിമയുടെ 2 നായകന്മാർ തോളിലേറ്റി അലങ്കരിച്ച വാഹനത്തിൽ വിലാപയാത്രയായി ചിറയൻകീഴ് എത്തിച്ചു. അവിടുത്തെ കാട്ടുമുറാക്കൽ ജമാഅത്ത് പള്ളിയുടെ മുൻഭാഗത്ത് ഒരുക്കിയ ഖബറിൽ അന്ത്യവിശ്രമത്തിനായി മറവ് ചെയ്തു. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ അവിടെ ഉറങ്ങുന്നു. എന്നും മലയാള സിനിമാ രംഗത്ത് മരിക്കാത്ത ഓർമ്മയായി അബ്ദുൾ ഖാദർ എന്ന പ്രേംനസീർ ഉണ്ടാവും. ജന്മശതാബ്ദിയോട് അടുക്കുന്നെങ്കിലും ഇന്നും എന്നും മലയാളിയുടെ മനസ്സിൽ ഒരേയൊരു നിത്യവസന്തമേയുള്ളൂ, പ്രേംനസീർ. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന വയലാർ ദേവരാജൻ യേശുദാസ് ടീമിൻ്റെ വരികൾക്ക് അഭ്രപാളികളിൽ ജീവൻ നൽകിയ, ഒരിക്കലും ആരാലും തിരുത്താൻ കഴിയാത്ത റെക്കോർഡുകളുമായി എന്നും മലയാള സിനിമാ രംഗത്ത് മരിക്കാത്ത ഓർമ്മയായി അബ്ദുൾ ഖാദർ എന്ന പ്രേംനസീർ ഉണ്ടാവും. പ്രേംനസീർ സ്മരണാഞ്ജലി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.